മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. തുടക്കക്കാർക്ക് അടച്ചിട്ട മുറിയോ ആരുടെയും ശല്യമില്ലാത്തൊരു സ്പേസോ ഒക്കെ ആവും നല്ലത്. കാരണം പുറമേയുള്ള ഡിസ്റ്റർബൻസ് മെഡിറ്റേഷനെ ബാധിക്കരുതല്ലോ. പ്രാക്ടീസിലൂടെ നമ്മൾ മെഡിറ്റേഷൻ്റെ ഒരു ഡീപ്പ് ലെവലിലോട്ടൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രകൃതിയിലിരുന്നും മെഡിറ്റേഷൻ ചെയ്യാം. പുഴകളുടെ സൗണ്ടും കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം. അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നട്ടെല്ല് നിവർത്തിയിരിക്കുക, കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തിയിരിക്കുക. പിന്നെ മൈൻഡ് നന്നായിട്ട് കാമാക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് കാമാക്കേണ്ടത്? 2-3 തവണ ഡീപ്പ് ബ്രീത്ത് അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ എടുക്കുന്നത് വഴി കാമായിക്കൊള്ളും. പിന്നെ നമുക്കറിയാം നമ്മുടെ മൈൻഡിലൂടെ എല്ലായ്പ്പോഴും ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. ഈ ചിന്തകളെയൊക്കെ അവിടെ പോസ് ചെയ്ത് വെച്ചിട്ട്, PAUSE പോസാണ് ഉദ്ദേശിച്ചത്, പോസ് ചെയ്ത് വെച്ചിട്ട് ഒരൊറ്റ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവാണ് നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടുന്നത്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ ചിന്തകളെയും മാറ്റി വെച്ചിട്ട് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ഇതൊന്നും നന്നായിട്ട് പറ്റില്ലായിരിക്കാം. ആദ്യമൊക്കെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റൊക്കെ പറ്റുള്ളൂ. പക്ഷേ പ്രാക്ടീസിലൂടെ നമുക്ക് മെഡിറ്റേഷൻ അതിൻ്റെ ഒരു ഡീപ്പ് ലെവലിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മെഡിറ്റേഷൻ്റെ ഡീപ്നെസ് കൂടുന്നതിനനുസരിച്ചാണ് ശരിക്കും നമ്മുടെ ആത്മാവിലേക്കുള്ള ഒരു ദൂരം കുറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ പ്രാർത്ഥനയും ഒരു തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ തന്നെയല്ലേ?